നമസ്കാരം. പ്രേക്ഷകർക്ക് പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ ചെയ്യുന്നത് വരുന്ന 2025 എന്ന വർഷത്തെ നമ്മൾ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് ചില ആലോചനകളുടെ ഭാഗമായിട്ടാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു കഥാകൃത്ത് എന്ന നിലയിൽ കൂടി ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. പ്രത്യേകിച്ച് ഈ വരും വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്രതീക്ഷകളിലുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടാകും തീർച്ചയായും. പക്ഷേ അതിൽ എടുത്തു പറയാവുന്നവ ഏവ. അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ആഗ്രഹങ്ങൾ മുതൽ വലിയ ആഗ്രഹങ്ങൾ വരെ എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളം, രാജ്യം, ലോകം എന്ന നിലയിൽ ഞാനതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ അതിൽ ഉൾപ്പെടാത്ത എൻ്റെയും പ്രേക്ഷകരുടെയും ആഗ്രഹങ്ങൾ അതിനോട് ചേർത്ത് വയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സിലെത്തുന്ന ഒരു ആഗ്രഹമെന്ന് പറയുന്നത് ഉമാ തോമസ് MLA വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, പൊതുപ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരണം എന്നതാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ധാരാളം ആളുകൾ നമുക്കറിയാം ആശുപത്രികളിൽ ഇതുപോലെ നട്ടെല്ലിന് ക്ഷതമേറ്റും തലച്ചോറിന് അപകടം പറ്റിയും ശ്വാസകോശത്തിന് പരിക്കേറ്റും ഒക്കെ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രോഗാവസ്ഥകൾ കൊണ്ട് കഴിയുന്നുണ്ട്. അവരെല്ലാം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ, അവർക്ക് ചികിത്സ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയട്ടെ എന്നൊരാഗ്രഹവും കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതേസമയം ഇപ്പോൾ നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഇടത് നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പല കാരണങ്ങളും അതിനുണ്ട്, പ്രേക്ഷകർക്കറിയാം. പലപ്പോഴും ഇടത് നിലപാടുകളല്ല LDF സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ആരോപണം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത്. അതേസമയം പ്രതിപക്ഷത്തിന് അങ്ങനെ ഇടത് നിലപാടുകളല്ലെന്നും ജനദ്രോഹപരമെന്നും തോന്നാവുന്ന ഏത് നിലപാടിനോടും കടുത്ത രീതിയിൽ തന്നെ എതിരിടാൻ കഴിയട്ടെ, ശക്തമായ പ്രതിപക്ഷമായി അവർ തുടരട്ടെ എന്നുകൂടിയാണ്. അതേസമയം ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് മന്ത്രിസഭ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വേണ്ടിയുള്ള വിപുലമായ പദ്ധതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു എന്നാണ്. അതിൻ്റെ വാർത്താ സമ്മേളനവും അല്പസമയത്തിനകം മുഖ്യമന്ത്രി നടത്തും. അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ് പുതുവർഷത്തിൽ നൽകുന്നത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുകാർക്ക് പുനരുജ്ജീവനം ഉണ്ടാകട്ടെ, അവർ ശക്തമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന ആഗ്രഹമുണ്ടാകുന്നു. അതേസമയം നാളെ പുതിയ ഗവർണർ ചുമതലയേൽക്കുകയാണ് കേരളത്തിൽ. ആ ഗവർണർക്ക് ഗവർണർ മാത്രമാകാൻ കഴിയട്ടെ, രാഷ്ട്രീയക്കാരനല്ലാതാകാൻ കഴിയട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു. മറ്റൊരാഗ്രഹം കേരളത്തിൽ വർഗീയത വളരാതിരിക്കട്ടെ എന്ന് തന്നെയാണ്. ഒപ്പം സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടാൻ പോലീസിന് കഴിയട്ടെ, റോഡ് അപകടങ്ങൾ കുറയട്ടെ, പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയട്ടെ എന്നുകൂടിയാണ്. ഇനി രാജ്യത്ത് നമ്മുടെ സാഹചര്യം ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യമെന്ന് പറയുന്നത് കേന്ദ്രത്തിലെ NDA സർക്കാരിൻ്റെ തെറ്റായ എല്ലാ തീരുമാനങ്ങളെയും എതിരിടാനും തിരുത്തിക്കാനും ഇന്ത്യ മുന്നണിക്ക് കഴിയട്ടെ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് പരാജയപ്പെടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്കറിയാം, ഉമർ ഖാലിദ്, ഗുൽഫിഷ ഫാത്തിമ, സഞ്ജീവ് ഭട്ട് തുടങ്ങിയ രാഷ്ട്രീയ തടവുകാരെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അവർക്ക് നീതി ലഭിക്കട്ടെ. ജാമ്യം നിയമവും ജയിൽ അപവാദവും എന്ന പ്രസിദ്ധമായ ആ സിദ്ധാന്തപ്രകാരം വിചാരണ തടവുകാർക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിചാരണ തടവുകാർക്ക്, ജാമ്യത്തിന് അർഹതയുള്ളവർക്ക് അത് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നീതി എല്ലാ അർത്ഥത്തിലും നടപ്പാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ലോകത്താകെ പരിശോധിച്ചാൽ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഗസയിലെ വംശഹത്യ അവസാനിക്കട്ടെ എന്ന് തന്നെയാണ്. ഒപ്പം പലസ്തീൻ യാഥാർത്ഥ്യമാവട്ടെ, ഉക്രൈനിലെ യുദ്ധം അവസാനിക്കട്ടെ എന്നാണ്. ട്രംപ് ഭരണത്തിൽ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകട്ടെ, പ്രതികരണങ്ങൾ വളരട്ടെ എന്നാഗ്രഹിക്കുന്നു. ഒരു ഏകാധിപതിയും പിറക്കാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, അഭയാർത്ഥി പ്രവാഹങ്ങൾ ഇല്ലാതിരിക്കട്ടെ. യമനിൽ, സിറിയയിൽ
മ്യാൻമറിൽ, ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ എവിടെയായാലും ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ ദുശ്ശീതികൾ എതിർക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, അതേ നിലയിൽ തന്നെ ലോകത്തെല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷയുണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വരും ലോകത്ത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ പോകുന്ന സാങ്കേതിക വിദ്യ എന്ന നിലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി വലിയ തോതിൽ വളരാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഇപ്പോൾ സംശയമില്ല. പക്ഷേ ഈ AI തന്നെ ഏത് നിലയിൽ ഉപയോഗിക്കപ്പെടണമെന്ന കാര്യത്തിലാണ് ലോകത്തെമ്പാടും ചർച്ച നടക്കുന്നത്. അതിൽ ഉത്തരവാദിത്വത്തോടെയുള്ള AI എന്ന ആശയത്തിന് മുൻതൂക്കമുണ്ടാകട്ടെ, അത് വിജയിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു. ഇതെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ കൂടിയുള്ള ആഗ്രഹങ്ങളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വിജയങ്ങളും അല്ലെങ്കിൽ ഇതിലുണ്ടാകാവുന്ന തിരിച്ചടികളും എല്ലാം മീഡിയ വണ്ണിലൂടെ തന്നെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. മീഡിയ വണ്ണിന് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിയട്ടെ എന്നതുകൂടി 2025 ആഗ്രഹമാണ്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകത്തിന് നന്മ വരട്ടെ. ഹാപ്പി ന്യൂ ഇയർ.